എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ നമ്മുടെ ബൈക്കിൽ ലഗേജും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയൊരു യാത്ര ഇവിടുന്ന് ഒരു ബൈക്ക് എക്സ്പെഡീഷൻ വിൻ്റർ എക്സ്പെഡീഷൻ ഒരു ബൈക്ക് പാക്കിംഗ് ട്രിപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് കാശ്മീർ വരെ തൃശ്ശൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ബൈക്കിൽ കുറച്ച് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിത് പുറത്ത് വെച്ചിട്ട് കാട്ടിത്തരാം കേട്ടോ. അതെ, ഇങ്ങനെയാണ് നമ്മുടെ ബൈക്കിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇന്നലത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടുകൂട്ടാ. ഇനി തുടർന്നുള്ള വ്ളോഗുകൾ കൂടുതലും നമ്മുടെ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വ്ളോഗുകളായിരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ 1-2 വ്ളോഗുകൾ വേറെ വരും. നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവ് പറഞ്ഞിട്ടുണ്ട്, ഒരു കാറ് നമ്മൾ അന്ന് മുന്നേ പോയപ്പോൾ അന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിപ്പോഴാണ് ബൈക്ക് ഇതും കാര്യങ്ങളൊക്കെ വന്ന് എനിക്ക് ഒഴിവും കിട്ടിയത്. അപ്പോൾ ആ ഒരു കാറിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് അതിൻ്റെ ഇടയിൽ 1-2 വീഡിയോസ് വരും ഇതിനെ റിലേറ്റ് ചെയ്തിട്ടല്ലാത്തത് കേട്ടോ. അപ്പോൾ കാരണം നമുക്ക് ഇതിനെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. കാരണം ജേഴ്സി സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ബാക്കി സ്പോൺസർ അന്വേഷിക്കണം. അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ മെയിൻ പരിപാടി പരിചയത്തിലുള്ള കോണ്ടാക്റ്റിലുള്ള എല്ലാവരെയും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പ്ലസ് നമ്മൾ സ്പോൺസറേയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു യാത്ര നമുക്ക് സക്സസ്ഫുള്ളി ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇങ്ങനെയാണ്, നിങ്ങൾ ഇന്നലെ കണ്ടു. ഇതാണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലായിരിക്കും കേട്ടോ ഇത് പോവുക. നമ്മുടെ ഇതും കാര്യങ്ങളൊക്കെ നമ്മുടെ വെള്ളം കുപ്പി വയ്ക്കാനുള്ളതാണ്. വെള്ളം കുപ്പി ഇവിടെ വയ്ക്കാൻ പറ്റില്ല, ഇവിടുത്തെ ഇതും കാര്യങ്ങളൊക്കെ പോയി. ബാക്കിലത്തെ ബാഗ് ഇതാണ് വരുന്നത് കേട്ടോ, പാനിയർ ബാഗ്. ഇത് എടുത്താൽ കിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെയും ഇതിൻ്റെ ബാക്ക് സൈഡിലും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാഗ് ഊരിപ്പോരില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഇത് ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഇവിടെയും ഒരു ബാഗ് വരും കേട്ടോ. കാരണം നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു യാത്ര പോകുന്നതല്ല. നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മൾ 2019 തൊട്ട് ആസ് എ സൈക്ലിംഗ് വ്ളോഗർ ജസ്റ്റ് കുറേ പേര് സൈക്കിളിൽ കാശ്മീർ പോകുന്നുണ്ട്. അവരൊക്കെ ഒരു യാത്ര കൊണ്ട് അല്ലെങ്കിൽ സൈക്കിളിൽ ഒരു യാത്ര കൊണ്ട് അവർ ചിലപ്പോൾ അത് അവസാനിപ്പിക്കും. നമ്മൾ പക്ഷേ ആ ഒരു ഇതിനോട് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നോ നാളെയോ ജസ്റ്റ് ഒരു സൈക്കിൾ അങ്ങനെ ചൂസ് ചെയ്തതല്ല. അപ്പോൾ വ്യത്യാസം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും പ്രൊഫഷണലി കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. കാരണം ഇങ്ങനത്തെ പാനിയർ ബാഗ്, അതുപോലെ തന്നെ ഈ ഡൗൺ ട്യൂബിൻ്റെയും ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ബാഗ്, ഇനി ഫ്രണ്ടിൽ വയ്ക്കാൻ പോകുന്ന ബാഗ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ ചിന്തിച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഒരാൾ സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല, നമ്മൾ ഇങ്ങനത്തെ കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ തെറ്റിദ്ധരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്തിട്ടത് ഇങ്ങനെ കാശ്മീർ വരെ പോകാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നുന്നവരുണ്ടാവാം. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു ബൈക്ക് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇന്ന് തൊട്ട്. കാരണം നമുക്ക് ബൈക്ക് ഷോപ്പിൽ പോകണം. നമ്മുടെ ഒഫീഷ്യൽ പാർട്ട്ണർ അവരാണ്. കാരണം നമ്മൾ സൈക്കിള് ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ തൊട്ട് അവരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണത്. ബൈക്ക് ഷോപ്പ് വിപിൻ ചേട്ടൻ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. സർവീസും കാര്യങ്ങളൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്നും പണിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. കാരണം ആളോടും ചോദിക്കണം കേട്ടോ, എന്തൊക്കെ സ്പെയർ പാർട്സ് കാര്യങ്ങൾ എന്തൊക്കെ കയ്യിൽ പിടിക്കണം, ചെയ്യാൻ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഗിയർ ട്യൂണിങ് പഠിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആളുടെ നിന്ന് പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഈ ആഴ്ചയോ അത് അടുത്ത ആഴ്ചയ്ക്ക് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് ഒരു വലിയൊരു അൺബോക്സിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാം. ടെൻറ്റിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ടെൻറ്റിൽ എന്തൊക്കെ വെക്കണം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറേ കമൻറ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അതും എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുമോ. ഞാൻ ആ ഒരു കമൻറ്റുകളെ നല്ല രീതിയിൽ വില വയ്ക്കുന്നുണ്ട്. ആ കമൻറ്റുകൾ നിങ്ങൾ ഇടുന്ന ഓരോ കമൻറ്റുകളോട്. അപ്പോൾ ആ സപ്പോർട്ടും വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ 50 കിലോന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്തോരം എനിക്ക് തോന്നുന്നത് ഒരു കുറച്ച് 50 കിലോന് മേലെ കയറിയാലും കുഴപ്പമുണ്ടാവില്ല എന്നാണ്. കാരണം സപ്പോർട്ടിങ് ഇതുണ്ടല്ലോ, ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ആമസോണിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ 1000 രൂപയ്ക്ക് അങ്ങോട്ട് വാങ്ങിയതാണ് ഈ ഒരു സംഭവം കേട്ടോ. നിങ്ങൾക്കിത് ഓൺലൈനിൽ മോഡലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. തുടക്കം തന്നെ ഗംഭീരമായിട്ടാ. മഴ ചാറുണ്ട് നല്ലോണം, നല്ല മഴയുണ്ട് കേട്ടോ. നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റൈഡ് തുടങ്ങി മഴ പെയ്തു കേട്ടോ. പ്രകൃതി നമ്മളെ അനുഗ്രഹിക്കുന്നു ഗൈസ്. പ്രകൃതി നമ്മളെ അനുഗ്രഹിക്കണമെന്നുണ്ടോ. വാട്ടർ പ്രൂഫാണെന്ന് ചെക്ക് ചെയ്യാമല്ലോ. നിങ്ങൾ ഈ റോഡ് കണ്ടോ, ഇന്നലെ ഒരു രാത്രി കൊണ്ട് ധാരാവി ഒഴിപ്പിച്ചു എന്നൊക്കെ പറയില്ലേ,
അതുപോലെ ഒരു രാത്രി കൊണ്ട് പണിതെടുത്ത റോഡാട്ടോ, കിടിലൻ. വേണമെന്ന് വെച്ചാൽ നമുക്കും പറ്റും. ജർമ്മനിക്കാർക്കും ജർമ്മൻകാർക്കും യൂറോപ്യൻസിനും മാത്രമല്ല. മറ്റേ ടൈം ലാപ്സൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഓരോ വീഡിയോസ് ഇത്ര മണിക്കൂർ കൊണ്ട് ഒരു ഹൈവേ അവർ പണിതുണ്ടാക്കി അങ്ങനെയൊക്കെ. അതുപോലെ ഒരു രാത്രി കൊണ്ടാട്ടോ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു റോഡും ബ്ലോക്ക് ചെയ്യാണ്ട് റോഡ് പണി കിട്ടില്ല റോഡാക്കിയപ്പോൾ. നോക്കിയേ എന്താ സുഖം എന്നറിയോ പോവാൻ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരായാലും ബിഗ് സല്യൂട്ട്, കൺഗ്രാറ്റ്സ്. റോഡിനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് വായലിക്ക് നാക്കാൻ എടുത്തില്ല. അപ്പോഴേക്കും അടുത്ത റോഡ് പണി വന്നോട്ടെ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എങ്ങനെ ക്രോസ് ചെയ്യാം? നമ്മൾ കുരിയച്ചിറ അവന്യൂ റോഡ് വഴിയാണ്. റോഡ് ക്ലോസ്ഡ്, വർക്ക് ഇൻ പ്രോഗ്രസ്. അർബൻ ഫ്രീ റൈഡ്. ഇവിടെ ഇൻ്റർലോക്ക് ചെയ്യണം കേട്ടോ, ഇൻ്റർലോക്ക് ചെയ്യാം. നമുക്ക് ഈ സൈഡിൽ കൂടെ പോയി നോക്കാം കേട്ടോ. ഞാൻ 1-2 വണ്ടികൾ അങ്ങനെ പോയിട്ടുണ്ട്. ദൈവേ സ്കൂട്ടർ വരുന്നുണ്ടല്ലോ. ഇവിടെ ഇൻ്റർലോക്കാണ് ഏറ്റവും നല്ലത്. കാരണം വേറെ ഒന്നുമല്ല, ഇൻ്റർലോക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ചെറുതായിട്ട് ഹോപ്പ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ വണ്ടി. അങ്ങനെ അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ലഗേജ് ഇല്ലാണ്ടാണ് കേട്ടോ. ഞാൻ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ട്, എവിടെയെങ്കിലും തട്ടലുണ്ടോ മുട്ടലുണ്ടോ, അതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, വെള്ളം കുപ്പി വയ്ക്കണതല്ലേ. ഇതിൻ്റെ ഉള്ളിൽ എന്നിട്ട് ആ സ്റ്റാൻലിയുടെ ഇത് കേട്ടോ. ഞാൻ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ ആമസോണിലും പുറമേ നിന്നൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നാളത്തെ വീഡിയോയിൽ വരും. 15-ാം തീയതിയാണ് അത് ഓർഡർ എൻ്റെ കയ്യിൽ കിട്ടുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് വീഡിയോസ് വരും കേട്ടോ. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കുമോ. പെപ്പർ സ്പ്രേ, ഗ്യാസ് സ്റ്റൗവ്, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ആ വീഡിയോ മിസ് ചെയ്യാതിരിക്കും കേട്ടോ. എന്തായാലും നമ്മളങ്ങനെ ബൈക്ക് ഷോപ്പിൽ എത്തിയിട്ടാ. ഓ മുതലാളി നല്ല തിരക്കിലാണല്ലോ. വണ്ടി നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയാനാ കേട്ടോ. ഫുള്ള് ഞാൻ തന്നെ സെറ്റ് ചെയ്തത്, ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. എങ്ങനെയുണ്ട്? ഇതാണ് സെറ്റപ്പ് വരാം. നമ്മൾ റൈഡ് ചെയ്യുന്ന ബാക്കിലൊരു ബാഗ് വെച്ചു. ഇത് 50 കിലോ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇവിടെ ബാഗ് വെച്ചു, ഇവിടെയും വെച്ചു. മൊത്തം ലിറ്റർ എനിക്ക് തോന്നണത് എനിക്ക് ഈ സൈഡിലത്തെ ബാഗ് മാത്രം മതിയാവുന്ന തോന്നണം. കാരണം വേറെ ലഗേജുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എനിക്ക്. ഡ്രസ്സ് 4 ജോഡി ഡ്രസ്സ് അങ്ങനത്തെ ഇതുകളൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇത്ര ഫുള്ള് വേണ്ടി വരുന്നത്. എന്നാലും ഞാൻ ആ ഒരു ലുക്ക് കോംപ്രമൈസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചിലപ്പോൾ ആവശ്യം വരും, അറിയില്ല. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂല്ലോ. സെറ്റല്ലേ? ആ മണം, പുതിയ സ്കൂൾ ബാഗ് തുറന്ന മണമുണ്ട്. ശരിയാ. ഞാനിപ്പോൾ നിറച്ച് വെച്ചിട്ടുള്ളൂ ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടേ. എനിക്ക് തോന്നുന്നത് ഇതിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ തള്ളി നിൽക്കാത്ത സാധനങ്ങൾ ഇതിൽ വെച്ച് കഴിഞ്ഞാലേ മേലെ വയ്ക്കാം. ടെൻ്റാണെങ്കിൽ മേലെ വയ്ക്കാം. ഇതാകുമ്പോൾ പെഡൽ ചെയ്യുമ്പോൾ ഇവിടെ തട്ടുണ്ടല്ലോ കുത്തി കയറ്റി വെച്ചിട്ടേ. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടാണ് ആ ബാഗ് അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് സാധനങ്ങൾ പ്ലാൻ ചെയ്യണത്. ഇത് ബോട്ടിലിന് ഇത് വയ്ക്കാം. 2 ബോട്ടിലുണ്ടല്ലോ. പിന്നെ ഇവിടെ ഉണ്ട് ബോട്ടിൽ. ഇത് ഇവിടെ ബോട്ടിലുണ്ട്. എക്സ്ട്രാ ആണെങ്കിൽ ഇവിടെ വയ്ക്കാം. ബോട്ടിൽ കേജ് ഞാൻ എടുത്ത് മാറ്റി. വേറെ ഇതുകളും കാര്യങ്ങളൊന്നുമില്ലല്ലോ. എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണോ? ഞാൻ അതിനുകൂടി പ്രോ റൈഡർ അല്ല, എനിക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം. ഗിയർ ട്യൂൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിട്ട് ചെയ്യണ്ടേ, അതുപോലെ തന്നെ അങ്ങനത്തെ വാങ്ങാൻ തോന്നൂല. വേറെ എക്സ്ട്രാ പുതിയത് വരണം. എന്നിട്ട് ലിങ്കേജ് ഇട്ടിട്ട് നമുക്ക് അളവ് കൃത്യമാക്കിയിട്ട് പിടിച്ചു വെക്കാന്നുണ്ട്. എന്താ അഭിപ്രായം? അല്ല, സ്പെയർ ഒരു ഇത് വെച്ചിട്ടേ ചെയിൻ സ്പെയർ പറഞ്ഞാൽ വെച്ചിട്ട് ഇതിന്റെ അളവിനെ റെഡിയാക്കി വെക്കാം. ഇൻ കേസ് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ആ ലിങ്ക് ഇട്ടാ പോരാ എനിക്ക്. അപ്പം അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം. വണ്ടി കുഴപ്പമില്ലല്ലോ, സെറ്റല്ലേ? ഞാൻ ആളുടെ ഒരു അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ബേസിക് കാര്യങ്ങളും എല്ലാം കൂടി ഒന്ന് മനസ്സിലാക്കാൻ. ഈ ഭാഗത്ത് കാരണം എപ്പോഴും ഇല്ല, പക്ഷെ ചില സമയത്ത് റൈഡ് ചെയ്യുമ്പോൾ ഈ ഭാഗം ഒന്ന് തൊടയാൻ പറയുന്നുണ്ട്.
ആ ഭാഗത്ത് ഒരയിലുണ്ട്. അപ്പോൾ വല്ലതും ട്യൂബിൻ്റെ ചുറ്റി വെച്ചാൽ മതിയല്ലോ എന്തെങ്കിലും ഒരയാണ്ടിരിക്കാൻ. അങ്ങനെ ബൈക്ക് ഷോപ്പിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചു. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഡിസംബർ മാസമാണ് മഴ എന്ന് ആലോചിക്കണം കേട്ടോ. ഇന്ന് ഫുള്ള് മഴ ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. നല്ല മഴ കേട്ടോ. ഈ മഴയത്ത് ഞാനിങ്ങനെ വീട്ടിൽ പോകാമെന്ന് ഞാൻ ആലോചിക്കണേ. മഴയത്തെ ടെസ്റ്റ് ഡ്രൈവ്, ലഗേജും കാര്യങ്ങളൊക്കെ കേട്ടോ. വാട്ടർ പ്രൂഫ് ഒരു പരിധി വരെ ഉള്ളൂ കേട്ടോ വാട്ടർ പ്രൂഫ്, അല്ലാണ്ട് ഫുള്ളി വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. എന്തായാലും ഇത് എടുത്തിട്ട് ഇറങ്ങാം കേട്ടോ. നമുക്ക് വന്ന വഴി തന്നെ പോവാം. ആള് ആ ക്ലാമ്പ്, ഇവിടുത്തെ ക്ലാമ്പ് ഉണ്ടല്ലോ, അത് തൊടയമേ ഒരയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ചില സമയത്തുള്ളൂ കേട്ടോ അത് ഒരയണത്. പിന്നെ മഡ് ഗാർഡ് ഫിറ്റ് ചെയ്യാൻ 1-2 പേര് പറയുന്നുണ്ടായിരുന്നു. മഡ് ഗാർഡ് അത് നോക്കാട്ടോ നമുക്ക്. മഴയൂണി ആയതുകൊണ്ട് കൃത്യസമയത്ത്, മഴയൂണി ആയപ്പോഴേ കൃത്യം എല്ലാം മഴയത്തൂടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റി വണ്ടി, ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞോണോ മഴയത്ത് നടക്കില്ലല്ലോ. നമ്മുടെ ഒരു സുഹൃത്ത് നിന്ന് ബാംഗ്ലൂർ പോയിട്ടുണ്ട് കേട്ടോ സൈക്കിളിന് വേണ്ടിയിട്ട്. അവിടെയും ആ റൂട്ടും നല്ല ഹെഡ് വിൻഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബാംഗ്ലൂർ ആ സൈഡ് നല്ല ഹെഡ് വിൻഡ് ഉണ്ട്. നമ്മൾ പോണ റൂട്ട് കൺഫേം ആയിട്ടില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ മൈസൂർ കൂടിയിട്ടായിരിക്കും പോവുക. മൈസൂർ കണ്ട്, കാരണം ഇൻസ്റ്റാഗ്രാമിൽ മൈസൂരിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് 35 ലക്ഷം പേരാണ് കണ്ടത് കേട്ടോ. 35 ലക്ഷം പേര് ആ മൈസൂർ കന്നഡിക എന്നൊക്കെ പറയണത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ആദ്യം അപ്ഡേറ്റ് വരാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ ആരും മറക്കായിരിക്കും. ഫോളോ ചെയ്തില്ലെങ്കിലും എവിടെ എത്തി എന്താണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ മൈസൂർ കൂടിയിട്ടാണോ പോണതെന്ന് കൺഫേം ചെയ്തിട്ടില്ല. ഡേറ്റ് ഞാൻ കൺഫേം ചെയ്യാം കേട്ടോ. 26-ാം തീയതി ആണ് ഡേറ്റ് ഞാനിപ്പോൾ മനസ്സിൽ വെച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ 29-ാം തീയതിക്ക് ആയിട്ട് മാറ്റും കേട്ടോ. തീരുമാനമായിട്ടില്ല. ഞാനിപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുതിയ റാക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ബൈക്ക് ഷോപ്പിൽ വിപിൻ ചേട്ടൻ പറഞ്ഞു തന്നു. ഗിയർ ട്യൂണിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും കൂടിയും ഇത് ഫുൾ സർവീസിന് അവിടെ ഒന്നുകൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് പോണേക്കാട്ടും 2-3 ദിവസം മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മളൊരു 4 മാസം മുന്നേ ഫുൾ സർവീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പോണേക്കാട്ടും ഒരു 3-4 ദിവസം മുന്നേ ഫുൾ സർവീസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഫുൾ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ബൈക്കിൻ്റെ കാര്യത്തിൽ പിന്നെ നോക്കണ്ട. ചെയ്യാൻ നമുക്ക് ഇന്ന് പോകാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ, മഴയാണ്. ചെയ്യാൻ വാങ്ങണം. ബോട്ടിൽ കേജ് കണ്ടോ, 2 ബോട്ടിൽ. അതിൽ എൻ്റെ കയ്യിൽ ഒരു ബോട്ടിലുള്ളൂ കേട്ടോ. 2 ബോട്ടിൽ മിനിമം വേണം. കാരണം എപ്പോഴും നിർത്തി കുടിക്കുന്ന വെള്ളം റീഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 ബോട്ടിലേനും വേണം കേട്ടോ. അപ്പോൾ 2 ബോട്ടിൽ ഒരെണ്ണം ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇടയ്ക്ക് എത്രയാണ് ആ ബോട്ടിലും വാങ്ങാം. പിന്നെ ചെയ്യാൻ വാങ്ങണം കേട്ടോ. ചെയ്യാൻ അളവിന്, കൃത്യം അളവിന് ലിങ്കേജ് കുറച്ചിട്ടുള്ള ചെയ്യാൻ ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ 100 കൂട്ടം പണിയുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും ഓരോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാം കേട്ടോ. ഓരോ ജില്ലറിയും എല്ലാം. കാരണം സ്പോൺസർ ആരെങ്കിലുമൊക്കെ സപ്പോർട്ടിന് കിട്ടണം. കയ്യിൽ നിന്ന് കാശെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞുള്ളത് പറയാലോ മുതലേക്കില്ല കേട്ടോ. യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ മാത്രമേ നമുക്ക് വരുമാനമുള്ളൂ. അപ്പോൾ വ്യൂസൊക്കെ കുറഞ്ഞാലൊക്കെ ഭയങ്കര റിസ്ക്കാണ് നമ്മൾ ചെയ്യണത്. പോണത് തന്നെ ഭയങ്കര റിസ്ക്കാണ്. അമ്മ പ്രഷറിൻ്റെ ഗുളിക കഴിച്ച് ഒരു പണിയാവുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും സാധനം ഓക്കെയാണ് കേട്ടോ. വീട്ടിലെത്തിയിട്ട് ഞാൻ ഒന്നും കാട്ടിത്തരാം. എവിടെയെങ്കിലും ലീക്കും അങ്ങനെ വല്ലതും ഉണ്ടോന്ന്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യോഗേട്ട് കഴിക്കേണ്ട ഒരു ചടങ്ങുണ്ട്. നല്ല കട്ട തൈര്. അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ രാത്രിയിലേക്ക് പനീർ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പനീറും വാങ്ങിക്കൊണ്ടുവന്നു. ഇത് രണ്ടും ഇതിൻ്റെ ഉള്ളിലാണ് കൊണ്ട് ഇട്ടേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ ഇതെന്നിട്ടത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിപ്പോണേ അമ്പോ. ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഇത്ര നേരം അത് പൂച്ച. എനിക്ക് നമുക്ക് പ്രസവിക്കാറായിരുന്നു കൊണ്ടിട്ടാ. സൊമാറ്റോയുടെ ബാഗ് അവിടെ നിന്ന് മാറ്റണം. എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചു. മഴയത്ത് ഇവിടെ വലിയ പ്രശ്നമില്ല. ഇതിൻ്റെ അടിയിലേക്കാണ് അടിക്കണത്. ഇവിടെ കണ്ട ചെറിയ ഇതുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വെള്ളത്തിൻ്റെ തുള്ളികൾ നിൽക്കണത്. ഉള്ളിലേക്ക് ഇതിലെന്തായാലും ഈ മഴയ്ക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് തുടയ്ക്കണം, ക്ലീൻ ചെയ്യണം. കുറച്ച് ഷോപ്പിംഗ് വേണ്ടി ബാക്കിയുണ്ട്. ആമസോണിൽ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ എത്താനുണ്ട്. എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ ഡെക്കാത്തലോണിൽ പോയിട്ട് ഷോപ്പിംഗ് നടക്കില്ല.
നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം, നല്ല രീതിയിൽ വേണം. കാരണം ചെറിയൊരു യാത്രയല്ല, വലിയൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഭാഗത്തുള്ള മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ യാത്ര എന്തായാലും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും കേട്ടോ. സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.